Xylem Learning British ആണ്. നമ്മൾ ഇതാ അടുത്ത ഊഴം ബയോളജിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് കാത്തിരിക്കേണ്ടതില്ല, നമ്മൾ ഇന്ന് തൊട്ടേ ബയോളജിക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കൊണ്ടുപോകുന്ന ഒരു ഭാഗമാണ് നമ്മുടെ 3 മാർക്കിന്റെ ചോദ്യങ്ങൾ. 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാൻ പോകുന്നത്. അതിൽ 1 മാർക്ക് പോലും നമുക്ക് വിടരുത്. ABC ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് നമുക്ക് എന്തെങ്കിലും കോൺഫിഡൻറ്റോടെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്റെ മക്കളെ എല്ലാവരും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ഓരോ ക്വസ്റ്റ്യനും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസും ഓറായിട്ട് വരുന്നത് നമ്മൾ കണ്ടു. ഇതുവരെ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഓണ പരീക്ഷയിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പൊ അതൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ഫുൾ ആയിട്ട് ഈ വീഡിയോ കാണും, വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ഫീഡ്ബാക്സ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ബോക്സിൽ അറിയിക്കണം. ഇനി കൂടുതൽ വീഡിയോസ് എന്തൊക്കെ വേണമെന്നും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫീഡ്ബാക്കിൽ അറിയിക്കാനാണ്. അതൊക്കെ മെസ്സ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി കൊണ്ടു തരുന്നതാണ്. സോ നമുക്ക് നേരെ തന്നെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ക്ലാസിഫൈങ് ദ ഫോളോയിങ് ഫാക്ട് ആൻഡ് ടാബുലേറ്റ് ദം കറക്റ്റ്ലി. ഇവിടെ നമുക്ക് WBCകൾ ശ്വേതരക്താണുക്കളുടെ കുറെ ധർമ്മങ്ങൾ തന്നിട്ടുണ്ട്. ആ ധർമ്മങ്ങളെ ചൂസ് ഔട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, T ലിംഫോസൈറ്റ്, ബേസോഫിൽ, ആന്റിബോഡികൾ എന്നിങ്ങനെ അതിന്റെ താഴേക്കായിട്ട് ക്രമീകരിക്കേണ്ടതുണ്ട്. അപ്പൊ ഓരോന്നിന്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ നോക്ക്, സ്റ്റിമുലേറ്റ് അതർ വൈറ്റ് ബ്ലഡ് സെൽസ് നമ്മുടെ ബേസോഫിൽ തന്നിട്ടുണ്ട്. ക്യാൻസർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന, ന്യൂട്രലൈസ് ദ ടോക്സിൻസ് ഓഫ് ആന്റിജൻ, അങ്ങനെ ഓരോ ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ എങ്ങനെ നിങ്ങൾ എഴുതണം, ഇതുപോലെ ടേബിൾ ആക്കിയിട്ട് വേണം എഴുതാൻ. അതിൽ T ലിംഫോസൈറ്റിന്റെ ഫംഗ്ഷൻ നമ്മൾ പഠിക്കുന്നതാണ്. എന്താണ്, ക്യാൻസർ സെൽസിനെ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രോയ് ചെയ്യുന്നു. സ്റ്റിമുലേറ്റ് അതർ ഡിഫൻസ് സെൽസ് ഓഫ് ദ ബോഡി അല്ലെ, മറ്റ് സെല്ലുകളെ, ഡിഫൻസ് സെൽസുകൾ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രോയ് ചെയ്യുന്നു. ബേസോഫിൽ ആണെങ്കിലോ മറ്റു WBCകളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. ഡയലേറ്റ് ബ്ലഡ് സെൽസ്, രക്തക്കുഴലുകൾ എന്ത് ചെയ്യുന്നു, വികസിപ്പിക്കുന്നുണ്ട്. ആന്റിബോഡീസിന്റെ ഫംഗ്ഷൻ എന്താണ്, അതും നമുക്ക് ഇവിടെ എഴുതണം. ന്യൂട്രലൈസ് ദ ടോക്സിൻസ്, ആന്റിജൻസ് എന്തെങ്കിലും ടോക്സിൻസ് വന്നു കഴിഞ്ഞാൽ ആ ടോക്സിൻസ് എന്ത് ചെയ്യുന്നു, ന്യൂട്രലൈസ് ചെയ്യുന്നു, ആ വിഷാംശത്തെ നിർവീര്യമാക്കുന്നത് ആന്റിബോഡികളാണ്. ആൻഡ് ഡിസ്ട്രോയ് ദ ബാക്ടീരിയ ബൈ ഡിസിന്റഗ്രേറ്റിംഗ് ദെയർ സെൽ മെംബ്രെയിൻ, ആ ബാക്ടീരിയയുടെ കോശസ്തരത്തെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കുന്നതും നമ്മുടെ ആന്റിബോഡികളാണ്. അപ്പം വ്യക്തമായിട്ട് ഈ ടേബിള് ഇതിന്റെ ഫംഗ്ഷൻസ് പഠിച്ചു വെക്കാം. ഈ ഒരു ഒറ്റ ടേബിൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിന് 3 ഫംഗ്ഷൻസ് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. അടുത്തത്, വാട്ട് ആർ വാക്സിൻ, വാക്സിനുകൾ എന്നാൽ എന്ത്? ഹൗ ഡസ് BCG വാക്സിൻ പ്രൊവൈഡ് ഇമ്മ്യൂണിറ്റി അഗെയിൻസ്റ്റ് ട്യൂബർകുലോസിസ്? BCG വാക്സിൻ കുത്തിവെച്ചാൽ ക്ഷയരോഗത്തിനെതിരെ പ്രതിരോധ ശേഷി ലഭിക്കുന്നത് എങ്ങനെയെന്നാണ് ചോദ്യം. അപ്പൊ BCG വാക്സിൻ നമുക്ക് നോക്കാം. വാക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ ഈ പറയുന്ന ഇനാക്ടിവേറ്റഡ് ആന്റിബോഡീസ് അല്ലെ. വാക്സിൻസ് ആർ സബ്സ്റ്റൻസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണൈസേഷൻ. നമ്മുടെ ശരീരത്തിൽ കൃത്രിമമായിട്ട് പ്രതിരോധവൽക്കരണത്തിനായിട്ട് നമ്മൾ കുത്തിവെക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ വാക്സിനുകൾ എന്ന് പറയുന്നത്. കുറേ വാക്സിനുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ 5ാം പാഠത്തിൽ. ഇവിടെ ചോദിച്ചത് ഏതാണ്, BCG വാക്സിൻ അല്ലെ, ട്യൂബർകുലോസിസിനെതിരെ. BCG വാക്സിൻസ് ആക്ട് ആസ് ആന്റിജൻസ് ദാറ്റ് സ്റ്റിമുലേറ്റ് ഡിഫൻസ് മെക്കാനിസം ഓഫ് ദ ബോഡി. അവരെന്ത് ചെയ്യുന്നു, നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തിനെതിരെ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ആന്റിബോഡീസ് ആർ ഫോംഡ് ഇൻ ബോഡി അഗെയിൻസ്റ്റ് ദം. അപ്പം ഈ പറയുന്ന എന്ത് ആന്റിജൻ നമ്മുടെ ബോഡിയിൽ വന്നാലും അതിനെതിരെ ആക്ട് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ വാക്സിൻസിനുണ്ട്. സോ ആന്റിബോഡീസ് ആർ ഫോംഡ് ഇൻ ബോഡി അഗെയിൻസ്റ്റ് ദം. ദീസ് ആന്റിബോഡീസ് ആർ റീറ്റെയിൻഡ് ഇൻ ബോഡി വിച്ച് ലേറ്റർ ഓൺ പ്രൊട്ടക്ട് ദ ബോഡി ഫ്രം മൈക്രോബാക്ടീരിയ ട്യൂബർകുലോസിസ് റെസ്പോൺസിബിൾ ഫോർ ട്യൂബർകുലോസിസ്. അപ്പം BCG വാക്സിൻ നമ്മൾ എന്താണ്, ആന്റിജനുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ ആന്റിജൻ നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ അതിനെതിരെ നമ്മുടെ ബോഡി ആന്റിബോഡീസ് ഉണ്ടാക്കും. ആ ആന്റിബോഡീസ് എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ അത് സൂക്ഷിച്ചു വെക്കും. പിന്നീട് ഇതേ രോഗാണു നമ്മുടെ ശരീരത്തിൽ കയറിയാലും ആ ആന്റിബോഡികൾ എന്ത് ചെയ്യും, അത് ഓർത്ത് വെച്ച് അവയെ നശിപ്പിച്ചു കളയും. പിന്നീടും അതേ ആന്റിജൻസ് വന്ന് ഇന്നാക്ടിവേറ്റഡ് ആയിട്ടുള്ള ആന്റിജനുകളാണ് ഇത് നമ്മുടെ വാക്സിന്. അപ്പൊ ക്ഷയരോഗത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നത് BCG വാക്സിൻ ആണെന്ന് ഓർക്കുക. Observe the illustration showing sex determination in human beings and answer the question. Fill up 1, 2, 3 and 4. Male and female ratio in humans is approximately 1:1. Give reason. മനുഷ്യരിലെ ലിംഗനിർണയവുമായി ബന്ധപ്പെട്ട് നമ്മൾ 6ാം പാഠത്തിൽ പഠിക്കുന്നതാണ് ഈ V ക്രോസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പം സ്ത്രീകളിൽ 44+XX ആണ്, പുരുഷരിൽ 44+XY ആണ്. അപ്പൊ ഇവിടെ നിന്ന് ക്രോസ് ഫോം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ്, 22+ ഒരു X ഉണ്ടാകും, അതേപോലെ 22+X. അവിടെ Y ഉണ്ടോ ഇല്ല, ഒരു എണ്ണം മാത്രമേ ഉള്ളൂ. രണ്ടും X ആയതുകൊണ്ട് 22+X മാത്രമേ സ്ത്രീകളിൽ, ഫീമെയിൽസിൽ ഉണ്ടാവുന്നുള്ളൂ. 22+X. ഇവിടെയോ 22+X ഉണ്ട്, അതേപോലെ 22+Y ഉണ്ടാവുന്നുണ്ട് അല്ലെ, Y ഉണ്ടാവുന്നുണ്ട്. ഒന്നെങ്കിൽ അടുത്ത കുട്ടിയിലേക്ക് 22+X 22+X വരും, 22+X 22+X അങ്ങനെ വരുമ്പോ അതെന്തായി, 22+22 44 ആയി, 44+XX ആകും. അതല്ലെങ്കിൽ കേസ് എന്താണ്, ഇതും കൂടെ ബൈൻഡ് ചെയ്ത് 22 44
പ്ലസ് ഇവിടെയോ എക്സും വൈയും, ഈ എക്സും ഈ വൈയും അല്ലെ, ഈ എക്സും ഈ വൈയും. ഇങ്ങനെയാണ് കുട്ടികളിലേക്ക് ക്രോമസോം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പൊ ആദ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് 1 2 3 4 ആണ്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഒന്നെങ്കിൽ ഇതും കൂടെ ഫോം ചെയ്ത് 44 + XX ആയി. അപ്പൊ ആ കുട്ടി എന്തായി? ഫീമെയിൽ, പെൺകുഞ്ഞായി ജനിക്കുന്നു. പിന്നീട് ഒരു ചാൻസ് ഉള്ളത് 22 + X ആകുമ്പോൾ 44 അമ്മയിൽ നിന്ന് കിട്ടുന്ന എക്സും അച്ഛൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന വൈയും കൂടെ ചേർന്ന് അതെന്താകും? മെയിൽ അല്ലെങ്കിൽ ആൺകുട്ടിയായി മാറുന്നു. ഇത് രണ്ടും ഒരേപോലെയാണ് ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടാവാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. സോ മനുഷ്യരിൽ സ്ത്രീ പുരുഷന അനുപാതം ഏകദേശം 1:1 ആണ്. ചിത്രീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് ഞാൻ എന്ത് വിശദീകരണം നൽകുമെന്നാണ്. എങ്ങനെ നമുക്ക് വിശദീകരിക്കാം? ദ നമ്പർ ഓഫ് മെയിൽ ഗാമേറ്റ്സ് വിച്ച് ക്യാരി എക്സ് ക്രോമസോം ആൻഡ് നമ്പർ ഓഫ് ഗാമേറ്റ് വിച്ച് ക്യാരി വൈ ക്രോമസോം ആർ ഈക്വൽ. എക്സിലും വൈയിലും എന്താണ്? ഈക്വൽ ആണ്. സോ പോസിബിലിറ്റി ഓഫ് ഫ്യൂഷൻ ഓഫ് മെയിൽ ഗാമേറ്റ് ഹാവിംഗ് എക്സ് ആൻഡ് വൈ ക്രോമസോം വിത്ത് ഓവം ഈസ് ഈക്വൽ. അപ്പൊ കുഞ്ഞിലേക്ക് അല്ലെങ്കിൽ ഓവത്തിലേക്ക് എക്സും വൈയും ഉണ്ടാവാനുള്ള ചാൻസ്, എക്സും ആവാൻ അല്ലെങ്കിൽ എക്സും വൈയും ആവാനുള്ള ചാൻസ് ഒരേപോലെയാണ്. ഓക്കെ. അപ്പൊ പുരുഷ ബീജങ്ങളുടെ എണ്ണവും ക്രോമസോങ്ങൾ വയ്ക്കുന്ന പുരുഷ ബീജങ്ങളുടെ എണ്ണം അല്ലെ, രണ്ടും എന്താണ്? തുല്യമാണ്. എക്സും വൈയും രണ്ടും ഒരേപോലെ വരാനാണ് ചാൻസ്. 50% ചാൻസ് എക്സിന് വരാം, 50% ചാൻസ് വൈ വരാം. അത് വരുന്നതിനനുസരിച്ചാണ് ഉണ്ടാവുന്ന കുട്ടി ആണോ പെണ്ണോ എന്ന് തീരുമാനിക്കുന്നത്. സോ എക്സ് അല്ലെങ്കിൽ വൈ ക്രോമസോം ഉള്ള പുരുഷ ബീജങ്ങൾ എക്സ് ക്രോമസോം മാത്രമുള്ള അണ്ടവുമായി സംയോജിപ്പിക്കാനുള്ള സാധ്യത എന്താണ്? തുല്യമാണ്. തുല്യമായതുകൊണ്ടാണ് നമ്മൾ 1:1 റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ആ റേഷ്യോ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളോട് ഇപ്രാവശ്യം ക്വസ്റ്റിന് വരിക. അപ്പൊ ആ റേഷ്യോ പഠിച്ചു വെക്കാം. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഈ ക്രിസ്മസ് എക്സാമിന് ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണിത്. കാരണം പ്രോട്ടീൻ സിന്തസിസ് എപ്പോഴും ചോദിക്കുന്നതാണ്. നോക്കാം, ചിത്രീകരണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന പ്രക്രിയ ഏതാണ്? ഈ പ്രോസസ് എന്ന് എഴുതണം. എക്സ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഇതിന് പേര് വരാൻ കാരണം എന്ത്? ഇവിടെ സൂചിപ്പിച്ച പ്രക്രിയയിൽ എക്സിന്റെ പങ്ക് എന്തെന്നും ചോദിച്ചിട്ടുണ്ട്. നോക്കുക, ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? നമ്മുടെ ജീൻ ആക്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ സിന്തസിസ്, പ്രോട്ടീൻ നിർമ്മാണമാണ് എന്ന് പറയാം, അല്ലെ മാംസ്യ സംശ്ലേഷണം എന്നും പറയാം. ഇതിലെങ്ങനെ വേണം നിങ്ങൾക്ക് എഴുതിയാൽ 1 മാർക്ക് കിട്ടി. അടുത്തത് എന്താ ഇവിടെ ചോദിച്ചിട്ടുള്ളത്? ഐഡന്റിഫൈ ദ പാർട്ട് എക്സ്. ഈ എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതണം. വൈ ഈസ് ഇറ്റ് നോൺ ബൈ ദ നെയിം? വാട്ട് ഈസ് റോൾ ഇറ്റ്സ് പ്രോസസ്? ഇതാരാണ് മക്കളെ? ഇവിടെ മെസ്സേജ് കൊണ്ടുവരുന്ന മെസ്സഞ്ചർ RNA ആണ് അല്ലെ, mRNA എന്ന് നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ മെസ്സഞ്ചർ RNA എന്ന് എഴുതാം. രണ്ടും സെയിം ആണ്. ഇതിന്റെ റോൾ എന്താണ്? mRNA ക്യാരി ഇൻഫർമേഷൻ ഫ്രം DNA ടു റൈബോസോം, ദാറ്റ് ഈസ് മെസ്സഞ്ചർ ഓഫ് DNA. ബേസ്ഡ് ഓൺ ഇൻഫർമേഷൻ mRNA പ്രോട്ടീൻ is synthesized by adding amino acid and it control protein synthesis. ഈ mRNA ആണ് ഈ ന്യൂക്ലിയസിലെ DNA-യിൽ നിന്ന് മെസ്സേജ് എങ്ങനെ പ്രോട്ടീൻ ഉണ്ടാക്കണമെന്ന ഇൻഫർമേഷൻ ക്യാരി ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ റൈബോസോമിലേക്ക് കൊടുക്കുന്നത്. DNA കൊടുത്ത ഇൻഫർമേഷനെ മെസ്സേജ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഹംസമായിട്ട്, ഒരു ദൂതായിട്ട് കൊടുക്കുന്ന ആളാണ് ആര്? നമ്മുടെ mRNA, മെസ്സഞ്ചർ RNA എന്ന് പറയുന്നത്. ഈ മെസ്സഞ്ചർ RNA പറയുന്നതിനനുസരിച്ചാണ് റൈബോസോമിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്? അമിനോ ആസിഡ് ബൈൻഡ് ചെയ്ത് പ്രോട്ടീൻ ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പം ഈ ഒരു പ്രോട്ടീൻ സിന്തസിനെ കൺട്രോൾ ചെയ്യാൻ ആർക്ക് കഴിവുണ്ട്? mRNAക്ക് കഴിവുണ്ട്. ഇത് രണ്ടും നിങ്ങൾക്ക് എഴുതിയാൽ 3 മാർക്ക് കിട്ടി. അടുത്തത്, മേക്ക് എ ഫ്ലോ ചാർട്ട് ദാറ്റ് ഷോസ് മെക്കാനിസം ഓഫ് ഹിയറിംഗ് ബൈ യൂസിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ഫ്രം ദ ഫോളോയിങ്. ബോക്സിൽ നൽകിയ ആശയങ്ങൾ ഉൾപ്പെടുത്തി കേൾവി എന്ന അനുഭവത്തെ ഫ്ലോ ചാർട്ട് രൂപത്തിൽ ചിത്രീകരിക്കാനാണ് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, സൗണ്ട് വേവ് വിച്ച് പാസ് ത്രൂ എക്സ്റ്റേണൽ ഇയർ വൈബ്രേറ്റ് ദ ടിംപാനം, വൈബ്രേഷൻ ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ കോക്ലിയ, ഇമ്പൾസ് ഫ്രം ഫോർമേഷൻ. അപ്പൊ ആദ്യം എന്താ സംഭവിക്കുന്നത്? സൗണ്ട് വേവ് വിച്ച് പാസസ് ത്രൂ എക്സ്റ്റേണൽ ഇയർ വൈബ്രേറ്റ് ദ ടിംപാനം. അത് നമുക്ക് 1 എന്ന് പറയാം. പിന്നെ എന്ത് സംഭവിക്കുന്നു? ഇയർ ഓസിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നു അല്ലെ, നമ്മുടെ അസ്ഥി ശൃംഖല വൈബ്രേറ്റ് ചെയ്യുന്നു. അസ്ഥി ശൃംഖല വൈബ്രേറ്റ് ചെയ്താല് അവിടെ മൂവ്മെന്റ് ഇൻ ഓവൽ വിൻഡോ ഉണ്ടാവുന്നു. ഓവൽ വിൻഡോയുടെ ചലനം ഉണ്ടാവുന്നു. ഓവൽ വിൻഡോ ചലിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വൈബ്രേഷൻ ഇൻ ഫ്ലൂയിഡ് ഇൻ കോക്ലിയ. കോക്ലിയത്തിലെ ദ്രവം ചലിക്കുന്നു. അതുവഴി അവിടെ എന്തുണ്ടാവുന്നു? ഇമ്പൾസസ് ആർ ഫോംഡ്. അവിടെ ആവേഗങ്ങൾ, രോമകോശങ്ങൾ ഉത്തേജിക്കുന്നു. അതുവഴി എന്ത് ചെയ്യുന്നു? അവിടെ ഇമ്പൾസുകൾ ഉണ്ടാവുന്നു. ഇമ്പൾസുകൾ, ആവേഗം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുന്നു? ദാറ്റ് റീച്ച് സെറിബ്രം ത്രൂ ഓഡിറ്ററി കനാൽ അല്ലെ, ഓഡിറ്ററി നെർവ്, നമ്മുടെ നേത്രനാടി വഴി ആ ആവേഗങ്ങളെ നമ്മുടെ ബ്രെയിനിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഓക്കെ. അപ്പൊ അതേ ഓർഡർ അല്ലേ? സൗണ്ട് വേവ്സ്, ഇയർ ഓസിക്കൽ വൈബ്രേറ്റ് ചെയ്യുന്നു, ഓവൽ വിൻഡോ മൂവ്മെന്റ് ഉണ്ടാവുന്നു, വൈബ്രേഷൻ ഓഫ് ഫ്ലൂയിഡ് ഉണ്ടാവുന്നു, ദ്രവത്തിന്റെ ചലനം, ആൻഡ് ഇമ്പൾസ് ഫോം ചെയ്യുന്നു, ആവേഗങ്ങൾ ഉണ്ടാവുന്നു, ഓർഗ്രഫ് കോട്ടിയിൽ, അത് കഴിഞ്ഞിട്ടോ സെറിബ്രം വഴി ഓഡിറ്ററി കനാൽ വഴി സെറിബ്രത്തിലേക്ക് എത്തുന്നു, നേത്രനാടി വഴി സെറിബ്രത്തിലെത്തി നമുക്ക് കേൾവി സാധ്യമാകുന്നു. അപ്പൊ ഇതുപോലത്തെ എല്ലാ ഓർഡറും ഫ്ലോ ചാർട്ട്സ് പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്ലോ ചാർട്ട്സ് കംപ്ലീറ്റ് ഉള്ള വീഡിയോയും വരുന്നുണ്ട്, നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ ടിപ്സും നമ്മൾ പ്രൊവൈഡ്
എന്നാണ് കേട്ടോ. റൈറ്റ് ആൻസേഴ്സ് അക്കോർഡിംഗ് ടു ഗിവൺ ഇൻഡിക്കേറ്റേഴ്സ്. തന്നിരിക്കുന്ന സൂചകങ്ങൾക്കനുസരിച്ച് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. പ്രൊലോങ്ഡ് ഫിലമെന്റ് ഫ്രം ദ ന്യൂറോൺ ടു സെൽ ബോഡി. ന്യൂറോണിലുള്ള ലോങ്ഡ് ഫിലമെന്റിന് നമ്മൾ പറയുന്നത് എന്താണ്? ആക്സോൺ എന്ന് പറയാം. ആക്സോൺ. നാടീയ പ്രേഷകം സ്രവിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ സ്രവിക്കുന്ന ഭാഗത്തെ സിനാപ്റ്റിക് നോബ് എന്ന് പറയാം. അപ്പൊ ഓണപരീക്ഷയുടെ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരുന്നതാണ്, ശ്രദ്ധിച്ചു പഠിക്കേണ്ടതാണ്. പാർട്ട് വിച്ച് ക്യാരി ഇമ്പൾസസ് ടു സിനാപ്റ്റിക് നോബ്. അതേതാണ്? ആക്സോണൈറ്റ്. ഓക്കെ അല്ലേ? യെസ്, ആക്സോൺ, സിനാപ്റ്റിക് നോബ്, ആക്സോണൈറ്റ്. മൂന്നും നോട്ട് ചെയ്ത് ടേം എഴുതിയാൽ മാത്രം മതി, 3 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. റിലേറ്റ് കോളം എ ആൻഡ് ബി സ്യൂട്ടബിളി. മക്കളെ, ഇതും നിങ്ങളോട് ഓണപരീക്ഷയിൽ നിന്ന് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാറുള്ളതാണ്. അപ്പൊ എങ്ങനെ എഴുതാം? നൈറ്റ് ബ്ലൈൻഡ്നെസ്, വിറ്റാമിൻ നെയിം ദ വിറ്റാമിൻ റിലേറ്റഡ് ടു സിറോഫ്താൽമിയ. സിറോഫ്താൽമിയ ബന്ധപ്പെട്ടത് ഏത് രോഗമാണെന്നാണ്? നിശാന്തത. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച കുറയുന്നു നമുക്ക് പറയാം അല്ലെ? യെസ്, ആദ്യം എന്ത് ചെയ്യണം? ഇതിന് കറക്റ്റ് മാച്ച് ചെയ്യണം. നിശാചത, മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച കുറയുന്നു. യെസ്, ലോസ് ഓഫ് ക്ലിയർ വിഷൻ ആണ്. കളർ ബ്ലൈൻഡ്നെസ് കോൺസെൽസ് നശിപ്പിക്കുന്നതാണ്. കോർണിയ ബിക്കംസ് ഒപ്പേക്ക് ആണ് സിറോഫ്താൽമിയ. ഓക്കെ, അത് കറക്റ്റ് മാച്ച് ചെയ്യുന്നു. എന്നിട്ട് സിറോഫ്താൽമിയ ബന്ധപ്പെട്ട വിറ്റാമിൻ, അത് വിറ്റാമിൻ എ ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ രണ്ടാമത്തേതോ, വർണ്ണാന്തയുള്ളവർക്ക് ഏതൊക്കെ നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയാതെ വരുന്നു? ചുവപ്പ്, പച്ച അല്ലെ, റെഡ്, അതുപോലെ തന്നെ ഗ്രീൻ. പിന്നെ വിറ്റാമിൻ എയിൽ നിന്ന് രൂപപ്പെടുന്ന കാഴ്ച വർണ്ണക ഘടകമാണ് ചോദിച്ചത്. പാർട്ട് ഓഫ് കളർ പിഗ്മെന്റ് വിച്ച് ഫോംസ് വിറ്റാമിൻ എ ഏതാണെന്നാണ്? ദാറ്റ് ഈസ് റെറ്റിനാൽ. റെറ്റിനാൽ. അപ്പം ഇതുപോലെ ഡിസീസസ് വെച്ച് ക്വസ്റ്റ്യൻ വരുന്നതാണ്, പഠിച്ചു വെക്കാം. റൈറ്റ് ഡൗൺ തിങ്സ് അബൌട്ട് ട്യൂബർകുലോസിസ് ഗിവൺ ബിലോ. ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാക്കാനാണ്. അതിന്റെ പാത്തജൻ എഴുതണം, വാക്സിൻ എഴുതണം, എനി വൺ സിംറ്റം എഴുതണം. പാത്തജൻ ഏതാണ്? ട്യൂബർകുലോസിന്റെ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഓക്കെ, ഇനി അതിന്റെ വാക്സിൻ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്, BCG വാക്സിൻ. ഇനി ഒരു സിംറ്റം ഏത് എഴുതാം നമുക്ക്? ട്യൂബർകുലോസിസ് വരുമ്പോ ഇന്റൻസ് കഫിങ് അല്ലെ, തുടരെയുള്ള അല്ലെങ്കിൽ കഠിനമായ ചുമ. കഠിനമായ ചുമ. ഓക്കെ, യെസ്. അപ്പൊ മൈക്രോബാക്ടീരിയ ട്യൂബർകുലോസിസ്, BCG, ലോസ് ഓഫ് വെയിറ്റ് എഴുതാം, ഫാറ്റിക് പെർസിസ്റ്റന്റ് കഫ്, ഏത് വേണേലും നിങ്ങൾക്ക് എഴുതാം. വാട്ട് ഈസ് റിലേഷൻ എമംഗ് ആൻഡ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് വേണം. അടുത്ത ക്വസ്റ്റ്യൻ ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. ഓക്കെ, ചിത്രം തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്യാനാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് 3 മാർക്കിന് ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെ ഒരു ചോദ്യം വരാം. അപ്പൊ എങ്ങനെ എഴുതാം? എ എന്ന് പറയുന്നത് ഏതാ മക്കളെ? എ എന്ന് പറയുന്നത് റോഡ് സെല്ലാണ്, റോഡ് കോശമാണ്. ബി എന്ന് പറയുന്നത് കോൺ സെല്ലാണ്, കോൺ കോശമാണ്. ഇനി ഇവ കണ്ണിൽ എവിടെയാണ് കാണപ്പെടുന്നത്? എവിടെയാണ് നമ്മൾ കാണപ്പെടുന്നത്? ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണുന്നത് റെറ്റിനയിലാണ് അല്ലെ? നമ്മുടെ റെറ്റിനയിലെ ദൃഷ്ടി പടലത്തിലാണ്. ഇനി ഇവയുടെ ധർമ്മങ്ങൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? റോഡ് സെൽസ് ഡിം ലൈറ്റിൽ മങ്ങിയ കാഴ്ചയാണ് നമ്മളെ കാണിക്കുന്നത്. കോൺ സെൽസോ കളർ വിഷൻ ആണ്, ഇന്റൻസ് ലൈറ്റിൽ കാണാൻ സഹായിക്കുന്നു. കളർ ഡിഫറൻസ് മനസ്സിലാക്കാൻ സഹായിക്കുന്നു, നിറങ്ങളെ വേർതിരിച്ചു കാണാൻ സഹായിക്കുന്നു. ഏതാണ്? നമ്മുടെ ഈ കോൺ കോശങ്ങളാണ്. എയ്ഡ്സ് ഈസ് കോസ്ഡ് ബൈ HIV. എയ്ഡ്സ് HIV എന്നൊരു രോഗമാണ് ബാധിക്കുന്നത് അല്ലെ? വിച്ച് സെൽസ് ആർ അഫക്റ്റഡ് ബൈ എയ്ഡ്സ്? ഏത് കോശങ്ങളെയാണ് ഇത് ബാധിക്കുന്നത്? നമ്മൾ പറഞ്ഞിരുന്നു, ലിംഫോസൈറ്റുകളെയാണ്. ഈ കണ്ടീഷൻ, റൈറ്റ് ടു കണ്ടീഷൻ ഓഫ് HIV ട്രാൻസ്മിഷൻ. HIV എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു? 2 കണ്ടീഷൻ എഴുതണം. അപ്പൊ HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറയുന്ന ഈ വൈറസ് ആണ് എയ്ഡ്സ് കാരണമാവുന്നത്. നമ്മുടെ ലിംഫോസൈറ്റുകളെയാണ് അത് ബാധിക്കുന്നത്. 2 രീതി, കുറെ രീതി പകരും, അതായത് 4 രീതി നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ 2 രീതി എഴുതാം. ഒന്നെങ്കിൽ അൺപ്രൊട്ടക്റ്റഡ് സെക്സ്, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ, അല്ലെങ്കിൽ അൺസ്റ്റെറിലൈസ്ഡ് എക്യുപ്മെന്റ്, സിറിഞ്ചിലൂടെയും പകരാം. അണുവിമുക്തമാക്കാത്ത ഏതെങ്കിലും സൂചി ഉപയോഗിക്കുന്നതിലൂടെ പകരാം. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് പറയാവുന്നത് എന്താ? എയ്ഡ്സ് ബാധിതയെ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരാം, അല്ലെങ്കിൽ രക്തം ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിലൂടെയും പകരാവുന്നതാണ്. അപ്പം ഇത് വേണം നിങ്ങൾക്ക് എഴുതാം. സിംറ്റം എഴുതിയാലും കൂടെ 3 മാർക്സ് കിട്ടി. റൈറ്റിംഗ് ദ മിസ്സിംഗ് വേർഡ്സ് ആണ്. ഓക്കെ, 1ാം പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന ന്യൂറോളജിക്കൽ ഡിസീസസ് നമ്മൾ പഠിക്കുന്നതാണ്, ഡിസോർഡേഴ്സ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. റെഡ്യൂസ് പ്രൊഡക്ഷൻ ഓഫ് ഡോപ്പമീൻ.
ഡോപ്പമിന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാവുന്ന രോഗം നമ്മൾ പറയുന്നതാണ് പാർക്കിൻസൺസ് ആണ്. അതുപോലെ വായിൽ നുരയും പതയും വരുന്നതിനെയാണ് നമ്മൾ എപ്പിലെപ്സി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി എപ്പിലെപ്സി, അൽഷിമേഴ്സ്. എപ്പിലെപ്സിയിൽ എന്താണ്? അവിടെ ഇലക്ട്രിക് ഡിസ്ചാർജ് ഉണ്ടാവുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക് ഡിസ്ചാർജുകൾ അനിയന്ത്രിതമായിട്ട് പോകുന്നതാണ്. ആൻഡ് പാർക്കിൻസൺസിന് നമ്മൾ പറയുന്നതാണ് എന്ത്? ബോഡി വല്ലാണ്ട് എന്തെങ്കിലും ഷിവറിങ് കോസ് ചെയ്യുന്ന ലക്ഷണം. നിങ്ങൾക്ക് ഷിവറിങ്, വിറയ്ക്കൽ എഴുതാം, അല്ലെങ്കിൽ എന്താണ് കൈയും കാലും തളരുന്ന രീതിയിൽ വെച്ച് പോകുന്നത്, അതൊക്കെ സിംറ്റംസ് ആയിട്ട് എഴുതാവുന്നതാണ്. എപ്പിലെപ്സിയിൽ നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഡിസ്ചാർജ് വരുന്നതാണ്, ഇലക്ട്രിക് ട്രാൻസ്ഫർ ഇൻ അൺകൺട്രോൾ ആയിട്ട് നിയന്ത്രിതമല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി പോകുന്നതാണ്. അൽഷിമേഴ്സിന്റെ കാരണം നമ്മൾ പറഞ്ഞാണെന്ത്? ന്യൂറോൺസ് അല്ലെ, നെർവ് ഗാംഗ്ലിയോൺസ് ഡിസ്ട്രോയ് ചെയ്യപ്പെടും. നെർവ് ഗാംഗ്ലിയോൺസിന്റെ ഡിസ്ട്രക്ഷൻ, നശിക്കലാണ് കാരണം. സർട്ടൻ ഗാംഗ്ലിയോൺസ് നശം. ഇവിടെ എന്താണ്? നമുക്ക് ഓർമ്മക്കുറവ് അല്ലെ, മെമ്മറി ലോസ്, ഓർമ്മക്കുറവ് ഉണ്ടാവുന്നു, ദിനചര്യകൾ ചെയ്യാൻ കഴിയാതെ വരുന്നു. അത് ആ ടേബിള് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. അപ്പം പാർക്കിൻസൺസ് ആണ് ഏതെങ്കിലും ഒരു രോഗം നിങ്ങൾ എഴുതി വെക്കുക. പാർക്കിൻസൺസ്, അതുപോലെ തന്നെ തകരാറ്, ശരീരം വിറയ്ക്കൽ, അത് ഏത് വേണം നിങ്ങൾക്ക് എഴുതാം. എപ്പിലെപ്സി അൺകൺട്രോൾഡ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് സിഗ്നൽസ് ആണ്. തലച്ചോറിലെ തുടർച്ചയും ക്രമരഹിതവുമായിട്ടുള്ള എന്താണ്? വൈദ്യുതി പ്രവാഹമാണ്. ഇൻസോൾബിൾ പ്രോട്ടീൻ, ന്യൂട്രോൺസ് ഗെറ്റ് ഡിസ്ട്രോയ്. ഞാൻ പറഞ്ഞു ന്യൂറോണുകൾ നശിക്കുന്ന ഒരു രോഗമാണ് ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള അൽഷിമേഴ്സ്. അപ്പോഴാണ് മെമ്മറി ലോസ്, ഓർമ്മ നശിക്കുന്നതും ദിനചര്യകൾ ഡെയിലി റുട്ടീൻ ചെയ്യാതെ വരുന്നതൊക്കെ. ഇനി കെമിക്കൽ സബ്സ്റ്റൻസ് ദാറ്റ് ആർ സെക്രീറ്റഡ് ബൈ സർട്ടൻ ആനിമൽസ് ടു സറൗണ്ടിങ്സ് ടു ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ. മിക്കവാറും ഹോർമോണുകളെല്ലാം രാസസന്ദേശം സാധ്യമാകുന്നത് ശരീരത്തിനുള്ളിലാണ്. എന്നാൽ ശരീരത്തിന് പുറത്തേക്ക് ആശയം സാധ്യമാക്കാൻ ജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ചോദ്യമാണ്. കാരണം ഇത് ഓണപരീക്ഷ എത്ര ഇമ്പോർട്ടൻസിൽ വന്നിട്ടുള്ളതല്ല. മൂന്നാം പാഠത്തിൽ നമ്മൾ പഠിക്കുന്നതാണ് ഇതിനെ ഫെറമോണുകൾ എന്ന് പറയുന്നു. എന്താണ്? ഫെറമോൺസ്. ഇവയുടെ ധർമ്മങ്ങൾ ഒന്നുകിൽ എന്താണ്? മെയ്റ്റിനെ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ എന്താണ്? മെസ്സേജ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇവർ ഈ ഫെറമോൺസിനെ ഉപയോഗിക്കുന്നത് അല്ലെ. അട്രാക്ടിങ് മെയ്റ്റ്സ്, ഇൻഫോമിങ് അവൈലബിലിറ്റി ഓഫ് ഫുഡ്, ഡിറ്റർമൈനിങ് പാത്ത് ഓഫ് ട്രാവൽ, ഡേഞ്ചേഴ്സ് അറിയാനൊക്കെ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി റൈറ്റ് ടു എക്സാമ്പിൾ ഏത് എഴുതാം? സിവറ്റോൺ എഴുതാം, ബോംബിക്കോൾ എഴുതാം. ഇതൊക്കെ ഫെറമോൺസിന് എക്സാമ്പിൾസ് ആണ്. അപ്പൊ പഠിച്ചു വെക്കണം. ഫെറമോൺസ് ചോദിക്കുന്നതാണ്. അവർക്ക് എന്തിനു വേണ്ടിയിട്ട്? ആനിമൽസ് അവർ എക്സ്റ്റേണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഫെറമോൺസ് എന്ന് പറയുന്നത്. സ്റ്റേജസ് ഇൻ ദ പ്രോസസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ആർ ഗിവൻ ബിലോ. പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് യൂസിംഗ് ദ സ്റ്റേജ്. 3 മാർക്കിന് വരുന്ന മറ്റൊരു ചോദ്യം. ഞാൻ നേരത്തെ തന്ന ഫിഗർ പോലെ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് ഓർഡർ ചോദിക്കാം. പ്രോട്ടീൻ സിന്തസിസ്. അപ്പോൾ ഓർഡർ തന്നിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് ഓർഡർ എഴുതാനാണ്. ആദ്യം എന്ത് ചെയ്യുന്നു? mRNA ഫോംസ് ഫ്രം DNA. DNAയിൽ നിന്ന് mRNA രൂപപ്പെടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? mRNA ന്യൂക്ലിയസിൽ നിന്നും എങ്ങോട്ടേക്ക് എത്തുന്നു? സൈറ്റോപ്ലാസത്തിലേക്ക്, ന്യൂക്ലിയസിന് പുറത്തേക്ക് വരുന്നു. ആൻഡ് mRNA റീച്ചസ് റൈബോസോമിൽ എത്തുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ tRNA എന്താണ്? അമിനോ ആസിഡുകളും കൊണ്ട് റൈബോസോമിലേക്ക് കൊണ്ടുവരുന്നു. ആൻഡ് tRNA ക്യാരീസ് അമിനോ ആസിഡ്സ് ആൻഡ് അമിനോ ആസിഡ്സ് ആഡഡ് ബേസസ് ഓൺ ദി ഇൻഫർമേഷൻ ഓഫ് mRNA പറയുന്നതിനനുസരിച്ച് tRNA കൊടുക്കുന്ന അമിനോ ആസിഡ് റൈബോസോമിൽ വഴി ജോയിൻ ചെയ്യുന്നു. ആൻഡ് പ്രോട്ടീൻസ് ആർ സിന്തസൈസ്. പ്രോട്ടീൻ എന്ത് ചെയ്യുന്നു? അവിടെ നിർമ്മിക്കപ്പെടുന്നു. അപ്പം ചോദ്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ആൻസർ ചെയ്യാം. ഐഡന്റിഫൈ ദ ഫിഗർ, റൈറ്റ് എ ആൻഡ് ബി. ഇതാ ഇങ്ങനെയും ചോദ്യങ്ങൾ വരാം. 3 മാർക്കിന്റെ ചോദ്യം ഓർത്തു വെക്കുക. എ, ബി, നൈട്രജൻ ബേസും തന്നിട്ടുണ്ട്. എ എന്താണ്? ബി എന്താണ്? എ എന്ന് പറയുന്നത് നമുക്കറിയാം ഫോസ്ഫേറ്റ് ആണ്. ബി എന്ന് പറയുന്നത് ഷുഗർ മോളിക്യൂൾ, പഞ്ചസാരയാണ്. ഇതിനെ നമ്മൾ പറയുന്നത് ന്യൂക്ലിയോടൈഡുകൾ എന്നാണ്. എന്താണ്? ന്യൂക്ലിയോടൈഡ്. ഒരു ഷുഗർ മോളിക്യൂൾ, ഒരു ഫോസ്ഫേറ്റും ഒരു നൈട്രജൻ ബേസും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുക ന്യൂക്ലിയോടൈഡ് എന്നാണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് തന്നില്ല RNAയിൽ തൈമിന് പകരം കാണപ്പെടുന്നത് ഏത്? അതിനെയാണ് നമ്മൾ യുറാസിൽ എന്ന് പറയുന്നത്. യു എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. DNA തൈമിനാണെങ്കിൽ RNA എന്താണ്? യുറാസിലാണ് വരിക. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഡു നോട്ട് യൂസ് ആന്റിബയോട്ടിക്സ് വിത്തൗട്ട് റെക്കമെൻഡേഷൻ ഓഫ് ഡോക്ടർ. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കരുതെന്ന് പറയാനുള്ള കാര്യം 3 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം? ഒന്ന്, ത്രൂ ആന്റിബയോട്ടിക്സ് എഫക്റ്റീവ് മെഡിസിൻസ് ദെയർ റെഗുലർ യൂസ് ക്രിയേറ്റ് മെനി സൈഡ് എഫക്ട്സ്. കുറെ സൈഡ് എഫക്ട്സുകൾ ഉണ്ടാക്കാനുള്ള കാരണമുണ്ട് ആന്റിബയോട്ടിക് വഴി. സം ഇമ്പോർട്ടൻറ്റ് സൈഡ് എഫക്ട്സ് ഏതൊക്കെയാണ്? റെഗുലർ യൂസ് ഡെവലപ്പ് ഇമ്മ്യൂണിറ്റി ഇൻ പാത്തജൻ. നമ്മുടെ ഉപകാരികളായ ബാക്ടീരിയ നശിപ്പിക്കാനുള്ള കഴിവ് ആന്റിബയോട്ടിക്സിനുണ്ട്. ഡിസ്ട്രോയ് യൂസ്ഫുൾ ബാക്ടീരിയ. നമ്മുടെ ശരീരത്തിലുള്ള നല്ല ബാക്ടീരിയനെ നശിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ പറയുന്ന ആന്റിബോഡീസിനുണ്ട്.
ആന്റിബയോട്ടിക്സിനുണ്ട്. റെഡ്യൂസ് ക്വാണ്ടിറ്റി ഓഫ് സം വിറ്റാമിൻ ഇൻ ദ ബോഡി, നമ്മുടെ ശരീരത്തിലുള്ള ചില വിറ്റാമിനുകളെ നശിപ്പിക്കാനുള്ള ചാൻസും കാണുന്നുണ്ട്. അപ്പൊ ഈ 3 റീസൺസ് പഠിച്ചു വെക്കണം. എന്തായാലും ഒരു ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യം പ്രതീക്ഷിക്കാം. അതിലൊന്ന് ചിലപ്പം ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യരുത് അല്ലെങ്കിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ യൂസ് ചെയ്യരുതെന്ന് പറയാനുള്ള കാരണമായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ എഴുതാനും പഠിച്ചു വെച്ച് വെക്കാം. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കണം. ഇനിയും കമ്മിങ് ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വീഡിയോസും ലൈവും മാരത്തോണും ഒക്കെ ഉണ്ട്. അപ്പൊ വെയിറ്റ് ആൻഡ് സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ.